ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പം ഞാൻ എൻ്റെ ഫോണിലുള്ള കുറച്ച് വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനിടക്ക് നടന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു. ചപ്പാത്തി ഇവിടെ മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് എന്നൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പം തീയൊക്കെ മൂട്ടിയിട്ടുണ്ട് ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട്. അപ്പം മോനും എൻ്റെ കൂടെ തന്നെ എണീറ്റിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും ശരിക്കാണ് നടന്നിട്ടില്ലായിരുന്നു. ഒരു ജോലി എടുക്കാനൊന്നും അവന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവനെല്ലാതും പിടിച്ചിട്ട് എല്ലായിടത്തും എത്തിച്ചിട്ടും ഭയങ്കര വികൃതിയുടെ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ പനിക്കുട്ടനോട് ചായ കുടിക്കാൻ പറയായിരുന്നു. അപ്പോൾ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നൊക്കെ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിലുള്ളൂ പിന്നെയും എല്ലാവർക്കും ഒന്ന് ചപ്പാത്തി ഇറങ്ങുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ കറികളൊന്നും ചപ്പാത്തിക്ക് ആർക്കും ഇഷ്ടമല്ല. ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിലുള്ള മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളൂ. അങ്ങനെ വെള്ളമൊക്കെ തീ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അസക്കുട്ടീനെയൊക്കെ ഞാൻ സ്കൂൾക്ക് കൊണ്ടാക്കി കൊടുത്തു. അവളെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അവളെ കൊണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. അവിടെ 4 വരെയുള്ള സ്കൂളുണ്ട്. അപ്പോൾ അവളെ അവിടേക്കാണ് പോകുന്നത്. മോന് വേറൊരു സ്കൂൾക്കാണ്. അവന് ബസ് കയറി പോകണം കേട്ടോ. പിന്നെ കറിയൊക്കെ വെക്കാനുണ്ട്. ചിരങ്ങ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചിരങ്ങയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നമ്മുടെ ചിരങ്ങ കുക്കറിലൊന്ന് വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് കറിവേപ്പിലയും ലേശം കഞ്ഞിവെള്ളവും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചിരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്യാബേജ് ഉപ്പേരിയും മീനും ഉണ്ട് കേട്ടോ. മീൻ മസാല തിരുമ്പിയമ്മ ആദ്യം നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് അരിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം പരമാവധി ലാഭിക്കാറാണ്. അതുകൊണ്ട് തന്നെ ഒക്കെ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ക്യാബേജ് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ക്യാബേജ് ഒന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അതൊന്ന് വേഗം വെന്ത് വരുമല്ലോ, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്നാവും കേട്ടോ. പെട്ടെന്നാവേണ്ടവർക്കൊക്കെ ഇങ്ങനെ കുക്കറിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അങ്ങനെ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചാണ്. ചില കുക്കറിൽ പെട്ടെന്നാവും, ചിലയിൽ പെട്ടെന്നാവില്ല. അതാ ഞാൻ പച്ചമുളക് ഇടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നതിനിടയിൽ അങ്ങനെ തുറന്നിട്ടൊന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ പിന്നെ അവിടെ സമയം എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല കേട്ടോ. അത്രയും തിരക്കാണ്. കാരണം മോൻ്റെ അതിനനുസരിച്ചാണ് അവന് ഓരോ സമയം ഓരോ വികൃതി കാണിച്ച് ആ ഇടയിൽ കിട്ടേണ്ട ഒരു സമയത്താണ് ഞാൻ ജോലികളൊക്കെ ചെയ്യണത്. രാവിലെ എണീച്ചാൽ പിന്നെ വൈകുന്നേരം ആവണമെന്ന് ശരിക്കും അറിയില്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് ഓരോതും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്നുള്ള എളുപ്പപ്പണികളൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. അതാ നമ്മുടെ ക്യാബേജ് ഇവിടെ വെന്ത് വന്നിട്ട് തന്നെ ഉണ്ട്. കടുക് വറുക്കലും ഒക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ക്യാബേജ് ഇച്ചിരി ഒരു തേങ്ങ ഇട്ടിട്ടൊക്കെ വെക്കാറുണ്ട്. നിങ്ങളെങ്ങനെ വെക്കണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയും. അപ്പോൾ ക്യാബേജ് ചിലർക്ക് നല്ലവണ്ണം വെന്തിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് വേവാതെ കുറഞ്ഞ വേവിലായിരിക്കും ഇഷ്ടം. അപ്പോൾ എനിക്ക് വല്ലാതെ വെന്ത് ഇതാണ് എനിക്കിഷ്ടമല്ല. പക്ഷേ കുക്കറിലായതുകൊണ്ട് ഈ കാരണം നല്ലവണ്ണം വെന്തിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ വെന്ത് കുഴഞ്ഞിക്കണം കേട്ടോ. പിന്നെ അത് ആ മീൻ മസാല തിരുമ്പി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഈ മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ കുറ്റിയിറക്കലിന് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് മധുരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് അന്നത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നല്ല, ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. കഴിഞ്ഞ് പിറ്റേന്നത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടില്ല വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ സ്ഥലം. അപ്പോൾ കുറ്റി തറക്കലൊക്കെ കഴിഞ്ഞു, മാഷാ അല്ലാഹ് എല്ലാതും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ അധികം വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ ഓരോ ടൈമിലിങ്ങനെ എടുത്താലോ എന്ന് എപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ. പക്ഷെ ഭയങ്കര ഒരു നേരം നമുക്ക് ഒഴിവ് കിട്ടണില്ല. എങ്കിലും കുറച്ചൊരു ഒഴിവുണ്ടെങ്കിൽ ഞാൻ വീഡിയോ നമുക്ക് എടുക്കാൻ നോക്കുന്നുണ്ടോ. എൻ്റെ പരമാവധി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ അതാക്കണം ഇവിടെ കൃതിക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയല്ലേ, നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. മഴ ആകുമ്പോൾ തന്നെ നമുക്കൊരു
വെച്ച് ഇങ്ങനെ ഇരിക്കുമല്ലോ, വെയിലാകുമ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാവുമല്ലോ. അങ്ങനെ വെച്ചരിഞ്ഞിട്ട് അപ്പോൾ മക്കൾക്ക് ഗുലാബ് ജാം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ റവ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ സാധാരണ ബ്രെഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, റവ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ റവയൊക്കെ വറുത്ത് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കുമായിരുന്നു. അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ റവ നന്നായി വെന്ത് വരണം. അപ്പോൾ റവ നന്നായിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഇതാ നമ്മുടെ റവ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മാവ് കുഴക്കുന്ന ആ ഒരു പാകത്തിൽ തന്നെ നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി പോകാൻ പാടില്ല. ചൂടാറിയാൽ ഇത് വേറിട്ട് ഇങ്ങനെ ആവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് അതുകൊണ്ട് തന്നെ ശരിക്കും ബോൾസായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു 3 ഏലക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഏലക്കായൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഏലക്കായ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ വേവിക്കണ വെള്ളത്തിൽ തന്നെ ആ പാലിലേക്ക് തന്നെ ലേശം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മക്കൾക്കൊക്കെ അത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റവയുടെ ബോൾസ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് ഒരു 6 മണിക്കൂറെങ്കിലും ഇട്ട് വെച്ചാലുള്ളൂ ഇത് നന്നായിട്ടൊന്ന് പിടിക്കുക കേട്ടോ. നമ്മുടെ ആ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കണം. ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ കുറച്ചൊരു ചൂടോട് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഷുഗർ സിറപ്പ് കുറച്ചൊരു ചൂടുണ്ടായാൽ ഒന്നുകൂടി വല്ലാതെ എണ്ണ കുടിക്കില്ല. അതിലിങ്ങനെ ഇട്ട് വെച്ചാൽ നല്ലോണം ഷുഗറൊക്കെ അതിൽ പിടിച്ച് വരും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്